നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരു ബൾബിനെ കുറിച്ചാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, ഇതൊരു LED ബൾബാണ്. നമുക്ക് ഈ ബൾബും ഈ ചെടിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. സാധാരണ ഇപ്പോൾ ഒരു പ്രത്യേക സീസണുകളിലാണ് അഡീനിയം ഫ്ലവർ ചെയ്യുക. അതായത് ചൂട് കൂടുതൽ, വെളിച്ചം കൂടുതൽ വരുന്ന സമയങ്ങളിലാണ് അഡീനിയം ഫ്ലവർ ചെയ്യുക. അപ്പോൾ മഞ്ഞുകാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തോ ഒക്കെ അഡീനിയം എല്ലാവരും എടുത്തിട്ട് വെയിൽ കൊള്ളാത്ത, മഴ കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് നീക്കി വയ്ക്കും. വെയിൽ കൊള്ളാത്ത സ്ഥലം തന്നെ മഴ കൊള്ളാത്ത സ്ഥലം തന്നെയാണ്. അങ്ങനെ നീക്കി വയ്ക്കും. നീക്കി വയ്ക്കുക എന്തെങ്കിലും കാർപോർച്ചിൻ്റെ ഉള്ളിലേക്കോ ഷെയ്ഡിലേക്കോ ഒക്കെ നീക്കി വയ്ക്കും. അങ്ങനെ അഡീനിയം മുരടിച്ച് നിൽക്കും. ശരിക്കും ആ സമയത്തും അഡീനിയത്തിന് നല്ല പ്രകാശം കിട്ടിയിരുന്നെങ്കിൽ, വെളിച്ചം കിട്ടിയിരുന്നെങ്കിൽ, മഴ കിട്ടാതെ വെളിച്ചം മാത്രം കിട്ടിയിരുന്നെങ്കിൽ അഡീനിയം പൂവിടും. അതിന് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ചെയ്തൊരു വീഡിയോയിലുണ്ടായിരുന്നു. എൻ്റെ UV ഷീറ്റ് ഷെഡിനകത്ത് ഞാൻ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്ന് പറയുന്ന പഴയ മഞ്ഞ കളറിലുള്ള വെളിച്ചം തരുന്ന ബൾബ് തൂക്കിയിടും. അപ്പോൾ എന്താ ചെയ്യുക, ഈ ചട്ടിയിലേക്ക് കൂടുതൽ വെള്ളം ഏതെങ്കിലും തരത്തിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം ഈ ചെടിയിൽ ഏതെങ്കിലും തരത്തിൽ ഫംഗസ് ബാധ ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ ആ മഞ്ഞ ബൾബ് ചെടിയുടെ ഇടയിൽ കെട്ടി തൂക്കിയാൽ അതൊരു സൂര്യൻ്റെ പോലെ പ്രവർത്തിച്ചിട്ട് ഈ ചുറ്റുഭാഗത്തുള്ള മോയ്സ്ചറുകൾ, ഈർപ്പം മുഴുവനും ആ ബൾബിൻ്റെ ആ ഭാഗത്തേക്ക് ആഗിരണം ചെയ്യുക. അതായത് ചൂടിലേക്ക് വലിക്കും. കാരണം ആ ഭാഗത്ത് ഈർപ്പം ഉണ്ടാവില്ല. അങ്ങനെ ചെടികൾക്ക് ഫംഗസ് ബാധ കുറയും, ചെടികൾക്ക് കൂടുതൽ വേഗത്തിൽ പൂവിടാൻ സാധിക്കും. അത് ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്ന് പറയുന്ന മഞ്ഞ ബൾബ് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഈ ആളുകൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേനൽക്കാലത്ത് നിന്ന് പുറത്തേക്ക് വെച്ച് മഴക്കാലത്തേക്ക് വെക്കാൻ ചെറിയൊരു UV ഷീറ്റിൻ്റെ ഷെഡ് ഉണ്ടാക്കുക. അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് UV ഷീറ്റിൻ്റെ ചെറിയൊരു ഷെഡ്. ഇപ്പോൾ ഒരു വീട്ടിലൊരു 10, 20, 50 ചെടിയല്ലേ ഉണ്ടാവുള്ളൂ. അതിന് വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഷെഡ് നമുക്ക് തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ ഉള്ളിൽ 2 മഞ്ഞ ബൾബ് കെട്ടി തൂക്കി ഇടുകയാണെങ്കിൽ, പകൽ സമയത്ത് കെട്ടി തൂക്കിയിട്ടുണ്ട്, കറണ്ട് ചാർജ് കൂടും, അത് വേറെ. 2 ബൾബ് കെട്ടി തൂക്കി ഇടുകയാണെങ്കിൽ ആ ബൾബ് പ്രകാശിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ഈർപ്പം വലിച്ചു കളയുകയും ചെടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യും. ഈർപ്പം ഉണ്ടാവില്ല. പിന്നെ ഇതിപ്പോൾ ഒരു മഞ്ഞ ബൾബ് ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ചട്ടിയിലെ ഈർപ്പൊക്കെ അത് വലിയും, മേലേക്ക് വലിഞ്ഞു പോകും. അതാണ് ബൾബ്. പക്ഷെ ആ വീഡിയോ ഒക്കെ വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. അതൊരു ഇൻഫർമേഷനാണ്. പക്ഷേ ഇതെന്താ അറിയോ, ആളുകൾക്ക് എളുപ്പവിദ്യകളാണ് അറിയേണ്ടത്. പെട്ടെന്ന് ഒരു അസുഖം വന്നു, അതെന്താ ചെയ്യണം, അതിനൊരു ഒറ്റമൂലി ചികിത്സ, അതല്ല വേണ്ടത്. നമുക്ക് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാം. അപ്പോൾ ബൾബിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നു. സാധാരണ ഇൻകാൻഡസെൻ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈർപ്പം, ആ സറൗണ്ടിങ്സിലെ ഈർപ്പം ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഫംഗസ് ബാധയും കുറയ്ക്കാൻ സാധിക്കും. പൂവിടേണ്ട ഒരു ഉത്തേജനം കൊടുക്കാനും സാധിക്കും. അതിലും എളുപ്പമായിട്ട് വീടുകളുടെ തൊട്ടടുത്ത് ഒക്കെ ഒരു 5, 10 ചട്ടിയിലൊക്കെ വെക്കുന്ന ആളുകൾക്ക് ചെടിയെ വേഗത്തിൽ പൂവിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ LED ബൾബ് ഉണ്ടാവും. ഇത് LED ബൾബാണ്. LED ബൾബ്, ഇതിൻ്റെ ഉള്ളിൽ LED ആണ്. പഴയ മോഡൽ ബൾബിൻ്റെ ഇപ്പോൾ എങ്ങനെയാണല്ലോ വരുന്നത്. അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് കിട്ടും, LED ട്യൂബ് ലൈറ്റ്. ഈ LED ട്യൂബ് ലൈറ്റ് നിങ്ങൾക്കിപ്പോൾ മഴക്കാലത്താണെങ്കിൽ പോർച്ചിലേക്ക്, കാർ പോർച്ചിലേക്കോ ഷെയ്ഡിലേക്കോ നീക്കി വെച്ച അഡീനിയ ചെടികൾ വെള്ളം തട്ടുന്നില്ല. ശരിയാണ്, വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഫംഗൽ ബാധയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ LED ബൾബ് ഈ അഡീനിയം ചെടിയുടെ വളരെ അടുത്ത് വേണമെന്നില്ല, കുറച്ച് ദൂരത്ത്, ഒരു അടിയെങ്കിലും അകലത്തിൽ, അല്ലെങ്കിൽ ഒരു അടി അകലത്തിൽ ഈ LED ബൾബ് തൂക്കിയിടുക. ഒരു LED ട്യൂബ് തൂക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ബൾബ് എടുത്ത് ഈ LED ബൾബ് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കുക, ഓണാക്കുക, സ്വിച്ച് ഓണാക്കി ബൾബ് കത്തിച്ചിടുക. കത്തിച്ചിടുന്നത് പകൽ സമയത്ത് നമ്മളുടെ ത്രൂ ഔട്ട് ഒരു രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം ഒരു 4 മണി വരെയുള്ള സമയത്തേക്ക് നിങ്ങൾ LED കത്തിച്ചിട്ടു. ഈ LEDക്കൊന്നും വളരെ കുറഞ്ഞ വാട്ട്, 3 വാട്ട്, ഇതിനൊക്കെ വളരെ 0.5, 1 വാട്ടൊക്കെ ഉള്ളൂ. പിന്നെ മറ്റേതൊക്കെ 9 വാട്ടിൻ്റെ ബൾബ്, അല്ലെങ്കിൽ ട്യൂബ് ആണെങ്കിൽ 20ലും കുറവ് വാട്ട്സിൻ്റെ ഒരു ട്യൂബാണ് വരിക. അതിപ്പോൾ അത്രയധികം കറണ്ട്, അഡീനിയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ LED ബൾബ് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കുക ചെടിയുടെ അടുത്ത്. ഈ പ്രകാശം നമ്മളെ ഇലകൾ സ്വീകരിച്ച് പ്രകാശ സംശ്ലേഷണം ഈസി ആയിട്ട് നടത്താൻ പറ്റും. സാധാരണ കേസിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ വെയിലത്തിരുന്ന ചെടി ഇപ്പോൾ ഈ വേനൽക്കാലത്ത് വെയിലത്തിരുന്ന് നന്നായിട്ട് ഫോട്ടോസിന്തസിസ് നടന്ന് ആഹാരം സ്വീകരിച്ച് ഊർജം സ്വീകരിച്ച് നല്ല ഫ്ലവർ ചെയ്ത ചെടി നിങ്ങൾ ഷെയ്ഡിലേക്ക് വെക്കുന്നതോടുകൂടി അതിൻ്റെ കൊമ്പുകൾ നീണ്ടുവരും. പ്രകാശം എവിടെയാണോ ആ ഭാഗത്തേക്ക് കൊമ്പുകൾ നീണ്ടുവരും.
ആ കൊമ്പ് നീണ്ടു വരുമ്പോൾ ഇതിന്റെ ഊർജ്ജം മുഴുവൻ ഈ ചെടി സംഭരിച്ചു വെച്ച വേനൽക്കാലത്ത് സംഭരിച്ചു വെച്ച ഊർജ്ജം മുഴുവൻ എവിടേക്ക് ഈ കൊമ്പ് നീണ്ടു പോകാനാണ് ഉപയോഗപ്പെടുത്തുക. കാരണം കൊമ്പ് നീണ്ടു പോയിട്ട് വേണം അടുത്ത ഊർജ്ജം സംഭരിക്കാൻ പ്രകാശ സംശ്ലേഷണത്തിലൂടെ. അപ്പൊ അത് ഒഴിവാക്കാനും അപ്പൊ ചെടി ഇങ്ങനെ നീണ്ടു പോവുക, ഭംഗിയില്ല, പൂവിടാൻ സമയം എടുക്കുക, പൂ ഇടാൻ സാധ്യത വളരെ കുറവാണ്. ആ സമയത്ത് നിങ്ങൾ LED ബൾബ് തൂക്കിയിട്ട് കൊടുക്കുക. ഈ LED ബൾബ്, ഒരു LED ബൾബ് മതി നിങ്ങളുടെ അഡീനിയം ചെടിയിൽ ധാരാളം പൂവുണ്ടാവാൻ. അത് വേനൽക്കാലത്ത് വെളിച്ചം കുറവുള്ള സ്ഥലത്താണ്. നിങ്ങൾക്കിപ്പോൾ ചില ആളുകളിപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു റബ്ബർ എസ്റ്റേറ്റ് ആണ്, അതിൻ്റെ ഉള്ളിൽ മുറ്റത്ത് ചെടികൾ വെച്ചതാണ്, ചുറ്റും റബ്ബറാണ്. അപ്പോൾ ആ റബ്ബർ തോട്ടത്തിൽ വെളിച്ചം വളരെ കുറവാണ്, അപ്പോൾ പൂക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തൊരു മാർഗം ഇതാണ്, ഒരു 2 LED ട്യൂബ് എടുത്തിട്ട് ഒരു സ്ട്രിപ്പ് പോലെ ലൈൻ വലിച്ച് കെട്ടിയിട്ട്, അത് വേണമെങ്കിൽ അഥവാ മഴ പെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങാത്തൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഷെയ്ഡിലാണ് വെച്ച് ഷെയ്ഡിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക. 2 LED ബൾബ്. കറണ്ടും ചിലവ് കുറവാണ്, ചൂടും ഉണ്ടാവില്ല, ചെടികൾക്ക് ആ ചൂട് തട്ടിയിട്ടുള്ള പ്രശ്നവും വരില്ല, എന്നാൽ വേഗത്തിൽ പുഷ്പിക്കുകയും ചെയ്യും, പൂവിടുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ ഒരു സ്പൂണിൽ ചെറിയൊരു വളം കാണിച്ചത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇത് കാണിച്ചിരുന്നു, ഒരു സ്പൂൺ കാണിച്ചത് ഇത് മതി അഡീനിയം പൂവിട്ട് നിറയാൻ. എന്താണ് ഇത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അത് തന്നെയാണ് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. നിങ്ങൾ അന്വേഷിക്കണം എന്താണെന്ന്. നോർമൽ വളങ്ങൾ NPK നിങ്ങൾക്ക് അറിയണം, മൈക്രോന്യൂട്രിയൻസ്, ഇതിന്റെ പ്രയോഗം കൃത്യം അറിഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒരു സ്പൂൺ ഇട്ടാൽ ചെടി വളരും, ചായപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ ചെടി വളരും, കാപ്പിപ്പൊടി ഒരു സ്പൂൺ ഇട്ടാൽ ചെടി വളരും എന്നുള്ളതിന് പകരം ഒരു ചെടിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട രീതിയിലുള്ള പരിചരണം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതായത് വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിൽ 1-2 ഫ്ലൂറസെന്റ് ട്യൂബോ LED ട്യൂബോ LED ബൾബോ തൂക്കിയിട്ട് കൊടുത്താൽ നിങ്ങളെ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് വളമൊക്കെ അടിയിൽ പ്രയോഗിക്കാം. വളരെ ചെറുതായിട്ട് പൗഡേർഡ് വളമാണ് അടീനിയത്തിന് നല്ല, പൊടിവളം ഇട്ട് കൊടുക്കുക, വല്ലപ്പോഴും ഉള്ളൊരു ചെറിയ നന. ഇങ്ങനെയാവുമ്പോൾ ചെടികൾക്ക് ദോഷം ഒന്നും വരില്ല, ധാരാളം പൂവുണ്ടാവും. ഒന്ന് മനസ്സിലാക്കുക, ഒരു LED ബൾബ് മതി നിങ്ങളുടെ അഡീനിയം ചെടി പൂവിട്ട് നിറയാൻ. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.